നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പുതിയ ഒരു മാസത്തെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് തുടങ്ങുന്ന ദിവസമാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് സമയത്ത് തന്നെ നമുക്ക് വന്ന ഇന്ത്യൻ സമയം 6 മണിക്ക് വന്ന ഒരു ന്യൂസായിരുന്നു. US GDP ഡേറ്റ വളരെ ശക്തമായിട്ടുള്ളൊരു ഫോള്, നെഗറ്റീവായിട്ടുള്ള GDP ഡേറ്റ വന്നത്. അപ്പോൾ 6 മണിക്ക് നമ്മളുടെ ആ ഒരു ഇന്ത്യൻ സമയം 6 മണിക്ക് വരുന്നതിന് മുമ്പ് തന്നെ US ഫ്യൂച്ചർ റെഡിലായിരുന്നു. ഏകദേശം നമ്മൾ ഇന്നലെ 6 മണിക്ക് ഇന്ത്യൻ സമയം കറക്റ്റ് 6 മണിക്ക് US ഫ്യൂച്ചർ -350 എന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ്, അതായത് യൂറോപ്യൻ മാർക്കറ്റ് ആദ്യം ക്ലോസ് ആവുമല്ലോ, യൂറോപ്യൻ മാർക്കറ്റ് പൊതുവെ റെഡിലടച്ചു. US മാർക്കറ്റിലേക്ക് വരുമ്പോൾ US മാർക്കറ്റും റെഡിലടച്ചു, ഡോയും നാസ്ഡാക്കും റെഡിലടച്ചു. അതിന് ഓൾറെഡി തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. ആ റിസൾട്ട് മോശമായിരുന്നു. 10% ഫേസ്ബുക്ക് ഇടിഞ്ഞിരുന്നു. അതും റിയാക്ട് ചെയ്തു. അപ്പോൾ ആ കഥ അവിടെ അവസാനിച്ചു. എന്നാൽ അതിനുശേഷമാണ് മൈക്രോസോഫ്റ്റിൻ്റെയും ഗൂഗിളിൻ്റെയും റിസൾട്ട് വന്നത്. മൈക്രോസോഫ്റ്റും ഗൂഗിളും മികച്ച ഒരു റിസൾട്ട് കാരണം ഇപ്പോൾ ഗൂഗിളെല്ലാം തന്നെ ഏകദേശം ഒരു 10% ഒരു അപ്പ്, മൈക്രോസോഫ്റ്റ് ഒരു 4% അപ്പ്. എന്നാൽ ഇൻ്റൽ പോലെയുള്ള കമ്പനീസ് ഫോൾ ആയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ യുഎസിലെ ടെക്നോളജി കമ്പനീസ് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ എല്ലാം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം ഒരു പുതിയ കോൺട്രാക്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അത് അഡ്ജസ്റ്റഡ് ആവില്ല, പ്രൈസ് മൂവ്മെൻറ്റ് നടക്കില്ല. ജനറലി നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ എവിടെയാണോ നിഫ്റ്റിയുടെ ട്രേഡിങ് അവസാനിപ്പിച്ചത് അവിടെ തന്നെ ആണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. അതായത് ഗ്യാപ് ഡൗൺ ഒന്നും തന്നെ ഇന്ന് ആസ് ഓഫ് നൗ ഇല്ല എന്നുള്ളതാണ്. ഇനി അതിന് പ്രധാന ഒരു കാരണം കൂടി ഉണ്ട്. കാരണം ഇന്നലെ FIIs ഇന്നലെ സ്വാഭാവികമായ രീതിയിൽ അവരുടെ സെല്ലിങ് നടത്തിയപ്പോൾ DIIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏകദേശം ഒരു 6167 കോടി രൂപയുടെ ബൈ നടത്തി. അതായത് FIIs 2800 കോടി രൂപയുടെ സെല്ല്, അവരുടെ സ്വാഭാവികമായിട്ടുള്ള സെല്ല് നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഹെവി ആയിട്ട് ക്യാഷ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം പോസിറ്റിവിറ്റി നൽകുന്നുണ്ട്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ റിസൾട്ടിൻ്റെ പെരുമഴ ദിവസമാണ് ഇന്നുള്ളത്. മാരുതി, HCL ടെക്, ആദിത്യ ബിർള AMC, ബജാജ് ഫിൻസർവ്, SBI ലൈഫ്, ശ്രീരാം ഫിനാൻസ്, CSB ബാങ്ക്. ഇന്ന് നാളെയോ ICICI ബാങ്ക്, യെസ് ബാങ്ക്, L&T ഫിനാൻസ്, RBL ബാങ്ക്. അപ്പോൾ ഇന്നും നാളെയോട് കൂടിയിട്ട് മേജർ ബാങ്കിങ് കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ വരും. മേജറാണ് പ്രൈവറ്റ് സെക്ടർ. ഇനിയിപ്പോൾ SBI പോലുള്ള കമ്പനീസ് വളരെ ലേറ്റായിട്ടാണ് റിസൾട്ട് പ്രഖ്യാപനം നടത്തുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം ഗ്ലോബൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ സ്റ്റോക്കൊക്കെ പ്ലഡ്ജ് ചെയ്തതിന് ശേഷം ആ ഒരു കൊളാട്രൽ മാർജിൻ കൊണ്ട് അപ് സ്റ്റോക്കിൽ നമുക്ക് ഇനി ഓപ്ഷൻ ബൈയും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു ന്യൂസ് ഉണ്ട്. അപ് സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ നമ്മളെ ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ് സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ഇനി സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ ബജാജ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്നു. 36 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ടെക്കം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 40% ഇടിഞ്ഞ് 661 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. റവന്യൂവും 6% കുറഞ്ഞു. സെൻസാർ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 45% വർദ്ധിച്ച് 173 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 119 കോടി രൂപയെ മാത്രമായിരുന്നു. ടാറ്റ സ്റ്റീൽ അവരുടെ UK $1.25 ബില്യൺ ഒരു ഫർണസ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് കമ്പനി മുടക്കുന്നു എന്നുള്ള ഒരു ന്യൂസാണ് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചുള്ളത്. ടാറ്റ പ്ലാറ്റ്ഫോം നെറ്റ് പ്രോഫിറ്റ് 120 നിന്ന് 130 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. 6 രൂപ പെർ ഷെയറിന് കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി 98 കോടി രൂപയിൽ നിന്ന് 151 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. 24 രൂപ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സ്കാഫേഴ്സ് ഇന്ത്യ കമ്പനി 219 നിന്ന് 228 ആദായം ഉയർത്തി. ഒലട്ര ഗ്രീൻ ടെക് 27 നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സോം ഡിസ്റ്റിലറീസ് 15 നിന്ന് 20 ആദായം ഉയർത്തി. ജയ് ബാലാജി കഴിഞ്ഞ തവണ 13 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 237
273 കോടി രൂപയിലേക്ക് മികച്ച അറ്റാദായം. ഇൻഡിഗോ 30 എയർബസ് എയർക്രാഫ്റ്റിന് ഉള്ളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് മേഖലയിൽ നിലവിൽ നമ്മുടെ രാജ്യത്തിലെ 60%-ലേറെ വിപണി പങ്കാളിത്തമുണ്ട്. ഡൊമസ്റ്റിക് മേഖലയിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ. ഇനിയിപ്പോൾ വിദേശത്തേക്കും കൂടിയിട്ട് കൂടുതൽ സർവീസുകൾ അവർ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 30 എയർബസ് എയർക്രാഫ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ് അവരുടെ പുതിയ മെഡിസിൻ യൂസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം. PG ഇലക്ട്രോ പ്ലാസ്റ്റ് കമ്പനി പുതിയ AC മാനുഫാക്ചറിങ് ഫെസിലിറ്റി രാജസ്ഥാനിൽ അവർ തുടങ്ങി എന്നുള്ളതാണ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ F&O ബാൻ, ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, FASൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ്, പിന്നെ നമ്മളുടെ ഡിവിഡൻഡ്, നമ്മളുടെ IPO റിസൾട്ട്, കലണ്ടർ റിസൾട്ട്, പ്രഖ്യാപനങ്ങൾ, പ്രഖ്യാപിച്ച കമ്പനീസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, മൊബൈലിൽ അതിനുശേഷം ബുക്ക് മാർക്ക് ചെയ്യുക, എപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ മറ്റുള്ള ഗ്ലോബൽ കാര്യങ്ങളിലേക്ക് പോകാം. ഏറ്റവും മുകളിൽ കാണാം ബിറ്റ്കോയിൻ ഹാൽവിംഗ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫർദറായിട്ട് ഇടിയുന്നില്ല, 64,000. പിന്നെ ഉള്ളത് ഗോൾഡാണ് 2330, ബ്രന്റ് ഓയിൽ 89, ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചർ പ്ലസ്സിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് റെഡിൽ അടച്ചു. നാസ്ഡാക്കും ഡോയും ഏറ്റവും താഴെ കാണാൻ റെഡിൽ അടച്ചിരുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയാണ് സ്ലൈറ്റ്ലി ഇടിഞ്ഞത്. എന്നാൽ എക്സലൻ്റ് മാർക്കറ്റ് അവേഴ്സിൽ തിരിച്ചു കയറി. ICC, HDFCയും എല്ലാം തന്നെ തിരിച്ചു കയറി. റിലയൻസും ഡോക്ടർ റെഡ്ഡി എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി US മാർക്കറ്റിലെ മേജർ ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം ഇതിൽ കാണാം. എൻവിഡിയ കാണാം. എൻവിഡിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. എക്സലൻ്റിലും ഇന്നലെയും പോസിറ്റീവാണ്. ആമസോൺ ഇന്നലെ റെഡിലാണെങ്കിലും എക്സലൻ്റിൽ 3% അപ്പ്. ഗൂഗിള് ഇന്നലെ റെഡിൽ അടിച്ചെങ്കിലും എക്സലൻ്റിൽ 12% അപ്പ്. ആപ്പിള് ഫ്ലാറ്റാണ്. ഫേസ്ബുക്ക് കാണാം ഇന്നലെ 10% ഇടിവ് നമ്മൾ കണ്ടു. മൈക്രോസോഫ്റ്റ് ഇന്നലെ 2% ഇടിഞ്ഞെങ്കിൽ കൂടി ഇപ്പോൾ 4.41% അപ്പ്. ടെസ്ല ഇന്നലെ ഫ്ലാറ്റായിരുന്നു, ഇന്നലെ പോസിറ്റീവായിരുന്നു, ഇപ്പോൾ പോസിറ്റീവ്. ഇന്ത്യയിൽ ഇന്നലെ പോസിറ്റീവായിരുന്നു, ഇപ്പോൾ 8% ഫോള്. നെറ്റ്ഫ്ലിക്സ് ഫ്ലാറ്റായിരുന്നു. അപ്പോൾ ഇതാണ് ഗ്ലോബൽ US മാർക്കറ്റിലെ കമ്പനികളുടെ വാർത്തകൾ, അല്ലെങ്കിൽ ഈ വാല്യൂസ് എല്ലാം നമ്മൾ നോക്കുന്നതിൻ്റെ പ്രധാന കാരണം അവിടെ നിന്നാണല്ലോ മാർക്കറ്റിൻ്റെ റാലിയും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഇടിവും തുടങ്ങുക. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടത് കീനായിട്ട് എപ്പോഴും വാച്ച് ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് എല്ലാ ആളുകളും ഇലക്ഷൻ്റെ തിരക്കിലാണ്. മാർക്കറ്റിൽ പ്രത്യേകിച്ച് അവധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി മാർക്കറ്റിൽ അവധി വരുന്നത് മെയ് 1-നാണ്. മെയ് 1-ന് മാർക്കറ്റ് അവധിയാണ്. മെയ് 1 ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ അതായത് വരുന്ന ബുധനാഴ്ച മാർക്കറ്റ് അവധിയാണ്. അല്ലാതെ മാർക്കറ്റിന് പ്രത്യേകിച്ച് അവധികളോ കാര്യങ്ങളൊന്നും നിലവിലില്ല. മറ്റുള്ള അവധികളും നമ്മുടെ ട്രേഡ് ബഡിയിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.